ഹലോ ഗൈസ്, ഇന്ന് വൈകുന്നേരത്തിന് കപ്പയാണ്. അപ്പം ഞാൻ വിചാരിച്ചൊരു വീഡിയോ എടുത്തേക്കാം. അപ്പോൾ ഇന്നത്തെ കുക്കിങ്ങിൻ്റെ പിന്നിലെ കരങ്ങൾ എൻ്റെ അല്ല, അത് അമ്മച്ചിയുടെയാണ്. ഇന്ന് അമ്മയുടെ കുക്കിങ്ങാണ് നടക്കുന്നത്. അങ്ങനെ കപ്പയെല്ലാം കഴുകിയെടുത്തതിന് ശേഷം നമുക്കിനി ഇത് കൊത്താനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. കപ്പ കൊത്തി വയ്ക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പുറത്തുനിന്ന് ഒരു പൂച്ചക്കുഞ്ഞ് വന്ന് എത്തി നോക്കിയിട്ട് പോയി. അതവിടെ നിൽക്കട്ടെ, ഇനിയും കപ്പ കഴുകാം. കപ്പയെല്ലാം കഴുകി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. കുറച്ച് വെള്ളം ഒഴിച്ച് ഉപ്പിട്ട് അത് വേവിക്കാൻ വയ്ക്കാം. ഈ വീഡിയോ ഫുള്ളാക്കാൻ പറ്റുമെന്ന് എനിക്കൊരു ഉറപ്പുമില്ല, കാരണം അമ്മയുടെ കൂടെ എന്ന് അടുക്കളയിൽ കയറിയാലും അന്ന് ഭയങ്കര അടിയും വഴക്കൊക്കെ ആയിരിക്കും ഞങ്ങൾ. അതുകൊണ്ട് ബാക്കിയുണ്ടെങ്കിൽ വീഡിയോ ഫുൾ വരെ കാണാം. ഇനി അടുത്ത് നമുക്ക് കപ്പയിലേക്ക് ഇടാനുള്ള അരപ്പിന് തേങ്ങയൊക്കെ ചിരണ്ടാം. തേങ്ങ ചിരണ്ടി അത് മാറ്റി വെച്ചേക്കാം. മാറ്റി വെക്കാമെന്നല്ല, അതിനേക്കുള്ള അരപ്പും കൂടി കൂട്ടി അരച്ചെടുക്കാൻ. അതിനായിട്ട് നമുക്ക് കുറച്ച് ജീരകം, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടി മിക്സി ജാറിലോട്ടിട്ട് അരച്ചെടുക്കാം. മീൻസ് അരച്ചെടുക്കണ്ട കേട്ടോ, ഒരു ഇങ്ങനെ നമ്മൾ ചതച്ചെടുക്കുകയല്ലേ കപ്പയ്ക്ക് ചേർക്കാൻ, ആ ഒരു പരുവത്തിന് ആക്കിയെടുക്കണം. കറിവേപ്പില പിന്നെ ഇട്ടാൽ മതി. മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇടണേ അരയ്ക്കുമ്പോഴേ. അരപ്പ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ കറിക്കുള്ള മീൻ വൃത്തിയാക്കാം. മീൻ വൃത്തിയാക്കുന്ന സമയത്ത് തന്നെ അമ്മ കപ്പ നോക്കാൻ പോയിട്ടുണ്ട്. ഇല്ലെങ്കിൽ കപ്പ വെന്ത് പായസമായാലോ എന്ന് കരുതിയാണ് കപ്പ ഇടയ്ക്ക് നോക്കാൻ പോയത്. ഇനി നമുക്ക് തിരിച്ച് മീനിലേക്ക് തന്നെ വരാം. മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്നത്. വെളുത്തുള്ളി, ഇഞ്ചി അരിഞ്ഞത്, കറിവേപ്പില, മീൻ. ഇനി വീണ്ടും നമുക്ക് കപ്പ ഇളക്കാൻ പോവാം. ഇല്ലാന്നുണ്ടെങ്കിൽ കപ്പ ഞാൻ പറഞ്ഞ പോലെ വെന്ത് പായസമാവും ഗൈസ്. പിന്നെ കപ്പപ്പുഴുക്ക് കപ്പ പായസമായി എടുക്കാം. ഇനി നമുക്ക് പാതി വേവാകുമ്പോൾ അരപ്പ് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി, അരപ്പെല്ലാം ഇട്ട് കറിവേപ്പിലയും ഇട്ടിട്ട് ഒന്ന് ഇളക്കി കുറച്ച് നേരത്തേന് അടച്ചു വെക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു അരപ്പ് അതിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കിയിട്ട് അടച്ചു വെക്കുന്നത്. ഓക്കെ, ഇനി വീണ്ടും നമുക്ക് തിരിച്ച് മീനിലേക്ക് വരാം. ഇനി മീൻ കറിക്ക് ആവശ്യമായ പൊടികളാണ് നമ്മൾ എടുക്കുന്നത്. മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, സ്വാഭാവികം എല്ലാവർക്കും അറിയാവുന്ന തന്നെ, പ്രത്യേകിച്ചൊന്നുമില്ല. ഇതൊക്കെ തന്നെ എടുത്ത് റെഡിയാക്കി വെക്കണം. വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അമ്മച്ചി എല്ലാം ഒരു സൈഡിലേക്ക് തന്നെ എടുത്ത് വെക്കുവാണ്, കാരണം വീഡിയോ ഒന്ന് എളുപ്പമാവാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചട്ടി എടുക്കുക, വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക് പൊട്ടിക്കുക. ഞങ്ങളെപ്പോലല്ല കേട്ടോ ഗൈസ്, അമ്മ ഭയങ്കര എക്സ്പേർട്ടാണ്. ചൂടൊന്നും അമ്മയ്ക്ക് കുത്തിരിയല്ല. ആ ചട്ടി എടുത്ത് കറക്ക് കിട്ടില്ലേ. ഇനി കടുക് പൊട്ടിച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഇടുക. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മുടെ കറിവേപ്പില, പച്ചമുളക് ഇടുക. അതിനുശേഷം നമ്മുടെ പൊടികളെല്ലാം വീണ്ടും ഇട്ട് ഒന്ന് പച്ചമണം മാറും വരെ മൂപ്പിച്ചെടുക്കുക. പച്ചമണം മാറി വരുമ്പോൾ സാദാ പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക. പിന്നീട് ഉപ്പിടുക. ഉപ്പ് ചേർത്ത് വീണ്ടും ആ പ്രോസസ്സ് വീണ്ടും ഇളക്കുക. ഇളക്കിയതിന് ശേഷം പുളി ഇടുക. പുളി ഇട്ടിട്ട് ഇനി നമ്മുടെ മീൻ കുഞ്ഞുങ്ങളെ വാരി അതിലേക്കിടാം. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയോ അങ്ങനെ എന്തെങ്കിലും തൂകി പിന്നെ നമ്മുടെ ഉലുവാപ്പൊടിയും കൂടി ഇട്ട് അത് അവിടെ അടച്ച് മൂടി വെക്കുക. ഇനി നമ്മൾ മാറ്റി വെച്ച ആ കപ്പ കുത്തി ഇളക്കണം. എങ്കിലേ ആ ഗ്രേവിയെല്ലാം അതിലേക്ക് പിടിച്ച് നല്ല സെറ്റായി കപ്പ കൊത്തി വേവിച്ചത് തയ്യാറാവുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് ഒന്നിനോട് ഒന്ന് പറ്റാണ്ട് ഇങ്ങനെ കിടക്കും. ഇനി അത് നമുക്ക് അടച്ചു വെക്കാം. തിരിച്ച് നമുക്ക് മീനിലേക്ക് വരാം. അങ്ങനെ മീൻ കറി അവിടെ സെറ്റായിട്ടുണ്ട്. ഇനിയും കുറച്ച് കട്ടൻ കാപ്പി റെഡിയാക്കാം. കട്ടൻ കാപ്പി നമ്മളെപ്പോഴും ഉണ്ടാക്കുന്നതല്ലേ, ചൂടുവെള്ളം തിളപ്പിച്ച് പഞ്ചസാര ഇടുക, കാപ്പിപ്പൊടി ഇടുക, കട്ടൻ കാപ്പി റെഡി. ഇനി നമുക്ക് കപ്പ കഴിക്കാം. അത് കപ്പ പാത്രത്തിലേക്ക് മാറ്റാൻ വേണ്ടി എൻ്റെ അമ്മച്ചി ഒരു ഇലയൊക്കെ വെട്ടി നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. സത്യം പറയാലോ, അമ്മയുടെ കൈ കൊണ്ട് എന്തുണ്ടാക്കിയാലും ഭയങ്കര രുചിയായിരിക്കും. ഒരു ചമ്മന്തി ഉണ്ടാക്കി തന്നാലും അതിന് ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ കട്ടനും കപ്പയും റെഡി. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ എല്ലാവരും.